നമസ്കാരം. ഞാൻ അഞ്ജന, ഒന്നാം വർഷ അധ്യാപക വിദ്യാർത്ഥിനി. ഏപ്രിൽ 9 ദേശീയ യൂണിക്കോൺ ദിനം അഥവാ ഒറ്റക്കൊമ്പൻ കുതിരാ ദിനം. പുരാതന ഭാരതത്തിൽ ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന മായാശക്തിയുള്ള ഒരു സാങ്കല്പിക ജീവിവർഗമാണ് ഒറ്റക്കൊമ്പൻ കുതിര. പാശ്ചാത്യർ ഇവയെ യൂണിക്കോൺ എന്ന് വിളിക്കുന്നു. യൂണിക്കോൺ ഒരു ഐതിഹാസിക ജീവിയാണ്. നെറ്റിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു വലിയ കൂർത്ത സർപ്പിളക്കൊമ്പുള്ള ഒരു മൃഗമായി പുരാതന കാലം മുതൽ ഇവ വിശേഷിപ്പിക്കപ്പെടുന്നു. യൂറോപ്യൻ സാഹിത്യത്തിലും കലയിലും യൂണിക്കോണിനെ കഴിഞ്ഞ 1000 വർഷങ്ങളായി ചിത്രീകരിച്ചിരിക്കുന്നത് വെളുത്ത കുതിരയെപ്പോലെയോ ആടിനെപ്പോലെയോ ഉള്ള ഒരു നീണ്ട നേരായ കൊമ്പും പിളർന്ന കുളമ്പുകളും ചിലപ്പോൾ ആടിൻ്റെ താടിയുമുള്ള മൃഗമായാണ്. മധ്യകാലഘട്ടത്തിലും നവോത്ഥാനത്തിലും കന്യകയ്ക്ക് മാത്രം പിടിച്ചെടുക്കാൻ കഴിയുന്ന വിശുദ്ധിയുടെയും കൃപയുടെയും പ്രതീകമായ അങ്ങേയറ്റം വന്യമായ വന്യപ്രദേശത്തെ ജീവിയാണ് ഇതിനെ സാധാരണമായി വിശേഷിപ്പിച്ചിരുന്നത്. വിജ്ഞാനഘോഷങ്ങളിൽ അതിൻ്റെ കൊമ്പിന് വിഷം കലർന്ന വെള്ളം കുടിക്കാനും അസുഖം ഭേദമാക്കാനുമുള്ള ശക്തിയുണ്ടെന്ന് വിവരിച്ചിട്ടുണ്ട്. മധ്യകാലഘട്ടത്തിലും നവോത്ഥാന കാലഘട്ടത്തിലും നാർവളവിൻ്റെ കൊമ്പ് ചിലപ്പോൾ ഒരു യൂണിക്കോൺ കൊമ്പായി വിറ്റിരുന്നു. പുരാതന ഗ്രീക്കിലാണ് ഇവയെക്കുറിച്ചുള്ള ആദ്യ എഴുത്ത് പരാമർശം കാണുന്നത്. 19-ാം നൂറ്റാണ്ട് വരെ ഇവ യഥാർത്ഥത്തിലുള്ള ജീവിയാണെന്ന് പരക്കെ വിശ്വസിച്ചിരുന്നത്. വളരെ വേഗത്തിൽ ഓടുവാനുള്ള കഴിവും വളരെ ഉയരത്തിൽ കുതിച്ചു ചാടാനുള്ള ശക്തിയും ഇവയ്ക്കുണ്ടെന്നാണ് വിശ്വാസം. സാങ്കല്പിക കഥകളിൽ ഇവ മായാജാലം ചെയ്യുന്നതായും പറക്കാനുള്ള കഴിവുള്ളതായും മായാനും മറയാനും സാധിക്കുന്നവരായും മേഘത്തിൽ കൂടെ സഞ്ചരിക്കുന്നവരായും മലകളെയും കുന്നുകളുടെയും മുകളിൽ പ്രത്യക്ഷപ്പെടുന്നവരായും കണക്കാക്കപ്പെടുന്നു. ജനപ്രിയ സംസ്കാരത്തിൽ യൂണിക്കോൺ ഒരു സ്ഥാനം തുടരുന്നു. ഇത് പലപ്പോഴും ഫാന്റസി അല്ലെങ്കിൽ അപൂർവതയുടെ പ്രതീകമായി ഉപയോഗിക്കുന്നു. 21-ാം നൂറ്റാണ്ടു കൂടെയാണ് ഇത് പ്രചാരം നേടിയത്. നന്ദി. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ മുടങ്ങാതെ കിട്ടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.